റിസർമി.ന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളുടെ ഈ ഒരു ചാനൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് റിസോർട്ടുകളുടെ റിവ്യൂസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ റിസോർട്ടുകളെല്ലാം തന്നെ ഞങ്ങൾ നേരിട്ട് കാണുകയും കൃത്യമായിട്ട് സർവീസ് വെരിഫൈ ചെയ്ത ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിവ്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏതൊരു റിസോർട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതേപോലെ തന്നെ ഫാമിലീസിലേക്കൊക്കെ ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ വീഡിയോസും നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടുന്നതായിരിക്കും. പനമരം ടൗണിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്താൻ സാധിക്കും. ഇത് ആക്ച്വലി ഒരു റിസോർട്ട് ടൈപ്പ് അല്ല, ഫാം സ്റ്റേ ആണ്. നമ്മൾ ചെയ്തതിൽ ഭൂരിഭാഗവും റിസോർട്ട് ടൈപ്പാണ്. എന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനും വളരെ ഫ്രണ്ട്ലി ആയിട്ട് മീൻസ് വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ നിങ്ങൾക്കൊന്ന് റെസ്റ്റ് ചെയ്യണം, റിലാക്സ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് വരുന്നത്. പിന്നെ എടുത്തു പറയാനുള്ളത് ഇവിടെ പൂളില്ല, ഫാം സ്റ്റേ ആണ്. സോ ആദ്യം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കണ്ട ശേഷം നമുക്ക് റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. റൂമിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈവനിങ് ടൈമൊക്കെ വന്നിരിക്കാൻ അടിപൊളിയായിരിക്കും. പിന്നെ ഈ ഭാഗത്തായിട്ട് സിംഗിൾ സൈഡ് ബാസ്കറ്റ് ബോൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഷട്ടിൽ ബാറ്റൊക്കെ കളിക്കാൻ പറ്റും. ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല ഒരു അടിപൊളി ആക്ടിവിറ്റിയാണത്. ചെറിയൊരു ആക്ടിവിറ്റി സെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. ബുക്സൊക്കെ റീഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കുറച്ച് ബുക്സിൻ്റെ കളക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരം ബോർഡ്, ചെസ്സ്, ഇങ്ങനെയുള്ള ചെറിയൊരു ആക്ടിവിറ്റീസും ഇവിടെ കൊടുക്കാം. പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ലൊരു ഓപ്പൺ ഏരിയ ആണ്. നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. തൊട്ട് സൈഡിലായിട്ട് തന്നെ 2 സ്വിങ് കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങളുടെ കൂട്ടത്തിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്വിങ് യൂസ് ചെയ്യാം, മുതിർന്നവർക്കും യൂസ് ചെയ്യാം കേട്ടോ. ശരിക്കും നല്ല വൈബാണ് കേട്ടോ ഇവിടെ. ഈ ഒരു വൈബ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ കാറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൊത്തത്തിലൊന്ന് റിലാക്സ് ആക്കുന്നത്. കോട്ടേജുകൾക്ക് പിൻഭാഗത്തായിട്ട് ഒരു പുഴയും പോകുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നല്ല തിക്ക് ഫോറസ്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ ഒരു അടിപൊളി ആംബിയൻസുള്ള ഒരു ഏരിയയും കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. കോട്ടേജിൻ്റെ തൊട്ട് പിന്നിലായിട്ടുള്ള ഈ ബ്രിഡ്ജിൽ ഞാൻ കുറച്ച് നേരം വന്നിട്ട് അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു. ആ സമയത്ത് ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുമാത്രമല്ല തണുത്ത കാറ്റും പിന്നെ നല്ല ഫ്രഷ് എയർ, കംപ്ലീറ്റ് മൈൻഡ് വേറെ ഒരു രീതിയിലേക്ക് സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ക്യാമറയിൽ കറക്റ്റ് കാണാൻ സാധിക്കും. ഈ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്നവർക്ക് അല്ലെങ്കിൽ സേവ് ദ ഡേറ്റ് അങ്ങനെയുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു ഫ്രെയിംസ് നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മനസ്സിലാവും. ഒരു ബിസി ലൈഫിൽ നിന്നും കുറച്ച് ദിവസം നല്ലൊരു റെസ്റ്റ് വേണം എന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾക്ക് സ്റ്റേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്റ്റേ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ഫോറസ്റ്റ് വൈബ് വരുന്ന ഒരു ഏരിയ. ഇവിടേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ പല തരത്തിലുള്ള മരങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ കാണാൻ സാധിക്കും. പിന്നെ നല്ലൊരു അടിപൊളി നടപ്പാത ഇവിടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പിന്നെ കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല റൊമാൻറ്റിക് ടൈം നിങ്ങൾക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. അതുമാത്രമല്ല പിന്നെ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു പുഴയുടെ, അതായത് കബിനി റിവറാണ് തൊട്ട് സൈഡിലുള്ളത്. പിന്നെ കൂടുതലായിട്ടും പലതരത്തിലുള്ള ബേർഡ്സിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് കേൾക്കാൻ സാധിക്കും. മൊത്തത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് അതൊക്കെ മറന്ന് നല്ലൊരു ടൈം ഈ ഒരു പ്രകൃതിയോട് ചേർന്നിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഇവിടെ വരുന്നത്. ഇത്രയും ആക്ടിവിറ്റീസിന് പുറമെ നിങ്ങൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാനുള്ളൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകും. ഇവിടുത്തെ ഈ ഒരു നാച്ചുറൽ ഭംഗി അത് മുഴുവനായിട്ടും നമുക്ക് ക്യാമറയിൽ ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടെയുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ്. ഏകദേശം 14 മെമ്പേഴ്സിന് വരെ അറ്റ് എ ടൈം ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ളൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തരുന്ന പാക്കേജിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവുക. അതിന് പുറമെ മറ്റ് ഫുഡ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു മെനു കൊടുത്തിരിക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ്. എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതും അവർ സെർവ് ചെയ്യുന്നതായിരിക്കും. ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുഴുവനും നമ്മൾ കവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊന്നുകൂടെ ചെക്ക് ചെയ്യണം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ കാറ്റഗറീസിൽ വരുന്ന റൂംസാണ്. നമുക്ക് നേരെ ഉള്ളിൽ ചെന്നിട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാണ് കൊടുത്തിട്ടുള്ളതെന്ന് കണ്ടിട്ട് വരാം.